ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുമുമ്പാകെ ഒരിക്കൽ കൂടി ദൈവവചന കേൾവിക്കായി കർത്താവ് നമുക്ക് അവസരം തരികയാണല്ലോ. സ്നേഹമുള്ള ദൈവം ഇന്നും നമുക്ക് വേണ്ടി പ്രത്യേകാൽ നമ്മുടെ ഉന്നമനത്തിനും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും എല്ലാം തിരുവെഴുത്ത് ധാരാളം മതിയാകും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ സർവശക്തൻ്റെ പക്കൽ നിന്ന് ദൈവമായ കർത്താവ് നമുക്ക് പരമേൽപ്പിച്ചു തരുന്ന അനുഗ്രഹീത ആത്മീക സന്ദേശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും കർത്താവ് നമുക്കിത് തന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ച് പുകഴ്ത്തി മഹത്വപ്പെടുത്തിക്കൊണ്ട് വചനം കേൾപ്പാൻ തൽപരരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളോട് എൻ്റെ വിനീതമായ ഹൃദയംഗമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് കർത്തൃദിവസം കൂടെയാണല്ലോ. കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ രാവിലെ വചനമെടുത്ത് വെച്ച് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ ദൈവം എൻ്റെ ഹൃദയത്തിൽ ബോധിപ്പിക്കുകയും തിരുവെഴുത്തിൽ കാണിക്കുകയും ചെയ്ത ആത്മീക ചിന്തകൾക്ക് ആധാരമായി സങ്കീർത്തനങ്ങൾ 88 നിന്ന് 2-3 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 88 സങ്കീർത്തനം 10, 11, 12 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 88 സങ്കീർത്തനം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ? മൃതന്മാർ എഴുന്നേറ്റ് അങ്ങയെ സ്തുതിക്കുമോ? ശവക്കുഴിയിൽ അങ്ങയുടെ ദയയെയും വിനാശത്തിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ആരെങ്കിലും വർണ്ണിക്കുമോ? അന്ധകാരത്തിൽ അങ്ങയുടെ അത്ഭുതങ്ങളും വിസ്മൃതിയുള്ള ദേശത്ത് അങ്ങയുടെ നീതിയും വെളിപ്പെടുമോ? അത് 2 വാചകങ്ങൾ ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയട്ടെ. അങ്ങ് മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ? അന്ധകാരത്തിൽ അങ്ങയുടെ അത്ഭുതങ്ങൾ വെളിപ്പെടുമോ? ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? വേദപുസ്തകത്തിനകത്ത് ചോദ്യങ്ങളുമുണ്ട്, ഉത്തരങ്ങളുമുണ്ട്. നമ്മെ ഉദ്യമിപ്പിക്കാൻ, നമ്മെ ബോധം വരുത്താൻ ഇതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ പരിശുദ്ധാത്മ പ്രേരിതരായി എഴുത്തുകാരെ കൊണ്ട് ദൈവാത്മാവ് എഴുതിപ്പിച്ചിട്ടുണ്ട്, അഥവാ ചോദിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ 2 ചോദ്യങ്ങൾ ചോദ്യചിഹ്നമിട്ട് 88 സങ്കീർത്തനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുക. അത്ഭുത പ്രവൃത്തികളെ ചൊല്ലിയാണ് ചോദ്യം. ആർക്കാണ് അത്ഭുതങ്ങൾ ആവശ്യമില്ലാത്തത്? ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ഏതെങ്കിലും അമ്പലപ്പറമ്പിലോ അല്ലെങ്കിൽ ഉത്സവലഹരിയിലോ മജിഷ്യൻ നിന്ന് കാണിക്കുന്ന താൽക്കാലികമായിരിക്കുന്ന ഒരത്ഭുതത്തെ അല്ല. ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ മനുഷ്യർക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ്. നമ്മളും കണ്ടിട്ടില്ലേ, ചില ഉത്സവ വേദികളിൽ, ചിലപ്പോഴൊക്കെ വലിയ പെരുന്നാൾ പറമ്പുകളിലൊക്കെ അല്ലെങ്കിൽ വലിയ കാർണിവൽ നടക്കുന്ന സ്ഥലത്തൊക്കെ മജിഷ്യന്മാർ അത്ഭുതങ്ങൾ കാണിക്കും. വലിയ വലിയ അത്ഭുതങ്ങൾ, കണ്ണഞ്ചിപ്പോവും, ആളെയൊക്കെ വേറെ ചിലപ്പോൾ രൂപത്തിലാക്കിയെടുക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. പക്ഷെ അതൊന്നും മനുഷ്യർക്ക് പ്രയോജനപ്പെടിയല്ലോ. അന്തരീക്ഷത്തിൽ നിന്ന് അരിയും സ്വർണ്ണ നാണയങ്ങളും കോഴിമുട്ടയും ആഹാര സാധനങ്ങളൊക്കെ കൈനീട്ടി അന്തരീക്ഷത്തിൽ നിന്നെടുത്ത് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചും ചവച്ചും കടിച്ചും ഒക്കെ കുടിച്ചും ഒക്കെ കാണിക്കുന്നവരുണ്ടെന്ന് പറയുന്നു. ഞാൻ അത്ഭുതങ്ങളൊന്നും അങ്ങനെ അധികം കാണാൻ പോയിട്ടില്ല, അതിനുള്ള നേരം കിട്ടിയിട്ടില്ല. വളർന്നു വന്ന ആ കാലഘട്ടത്തിലോട്ട് അതിന് പറ്റിയൊരു അന്തരീക്ഷം അല്ലായിരുന്നു താനും. അങ്ങനെയൊന്നും അധികം കണ്ടിട്ടില്ല. പിന്നെ അല്പാൽപ്പമുള്ള അറിവിൽ നിന്ന് ഞാൻ ഈ കാര്യങ്ങൾ പറയുക. പക്ഷേ ആ കാണിക്കുന്ന അത്ഭുതങ്ങളൊന്നും മനുഷ്യർക്ക് യാതൊരു ഗുണമുള്ളതല്ല. ഇച്ചിരി നേരം നമ്മുടെ തലച്ചോറും മരവിപ്പിക്കാം എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ സർവശക്തനായ ദൈവം ഈ വേദപുസ്തകത്തിനകത്ത് എത്രയോ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകം തന്നെ ഒരു അത്ഭുതങ്ങളുടെ പുസ്തകമാണ്. ദൈവം അത്ഭുതങ്ങളുടെ രാജാവാണ്. അത്ഭുത മന്ത്രി എന്നല്ലേ ദൈവത്തിനൊരു പേര് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിനകത്ത് മനുഷ്യകുലത്തിന് അനിവാര്യമായ, എനിക്കും നിങ്ങൾക്കും ആവശ്യമാണെങ്കിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ ഇന്നും ദൈവം കരുത്തനാണ്. പക്ഷേ അത്ഭുതങ്ങൾ എവിടെ നടക്കും? അതൊരു വലിയ ചോദ്യമാണ് ബൈബിളിനകത്ത് കേട്ടോ. ദൈവം അത്ഭുതവാനാണ്, അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്, ഇന്നും അത്ഭുതങ്ങൾ ചെയ്യാൻ ശക്തനാണ്. ദൈവം അനേകർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്.
എന്നിട്ട് എന്നെ എനിക്ക് വേണ്ടി ചെയ്യാത്ത ഒരു അത്ഭുതം കാണിക്കുമോ എന്നൊക്കെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലായിരുന്ന സമയത്ത് യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ആരൊക്കെയോ വന്ന് ചോദിച്ചിട്ടുണ്ട്, ഒരു അത്ഭുതം കാണിച്ചു തരാമോ? അങ്ങനെയൊന്നും ആൾക്കാർക്ക് കാണാൻ വേണ്ടി അത്ഭുതം ചെയ്യുന്നവനല്ലല്ലോ കർത്താവ്, അനുഭവിക്കാൻ വേണ്ടി അത്ഭുതം ചെയ്യുന്നവനല്ലേ കർത്താവ്. ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഈ സങ്കീർത്തനത്തിൽ നിന്ന് മരിച്ചവർക്ക് ദൈവം അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ? ഒന്നാമത്തെ ചോദ്യം അതാണ്. മരിച്ചവർ എന്ന് ഇവിടെ പറയുമ്പോൾ അക്ഷരീകമായി ഇവിടെ ശവക്കുഴിയുടെ കാര്യവും വിനാശത്തിൻ്റെ കാര്യമൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ വേദപുസ്തകത്തിൽ മരണത്തിനും മരിച്ചവർക്കൊക്കെ ഒത്തിരി വ്യത്യസ്തമായിരിക്കുന്ന അർത്ഥമുണ്ട്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ ദൈവമായ കർത്താവ് ഒരു സഭയോട് പറയുന്നുണ്ട്, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. അപ്പം മരിച്ച സഭകളുണ്ട്, പേരും ബോർഡും ഒക്കെ ജീവനുള്ളവനെന്നാണ്. പക്ഷെ കർത്താവ് പറഞ്ഞിരിക്കുക വെളിപ്പാട് പുസ്തകത്തിൽ, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, പക്ഷേ നീ മരിച്ചവനായിരുന്നു. ഈ കർത്താവ് പറഞ്ഞൊരു ഉപമയ്ക്കകത്ത്, ആ ധൂർത്തുപുത്രൻ്റെ ഉപമയ്ക്കകത്ത്, അപ്പൻ മോന് വേണ്ടി കാത്തിരുന്നു, നോക്കുമ്പോൾ മോൻ ഓടി വന്നു, അവൻ്റെ വസ്ത്രം മാറി ചെരുപ്പണിയിച്ചു, അവനെ മോതിരമണിയിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആഘോഷത്തോടെ ആ വീട്ടിൽ ആനന്ദം ആഘോഷമാക്കി മാറ്റുമ്പോൾ ആളുകൾ ചോദിച്ചു, എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ അപ്പൻ പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടോ, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ജീവിച്ചു. അപ്പോൾ മരിച്ച് ഈ റോട്ടിലൂടെ നടക്കുന്നവരുണ്ട്, മരിച്ച് നിങ്ങളുടെ ഓഫീസിൽ വന്ന് ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ വേദപുസ്തകത്തിൻ്റെ മാർമിക രഹസ്യങ്ങൾ അസാധാരണമാണ്. ഈ മണ്ണിൽ അലിഞ്ഞു ചേരുന്ന മൂക്കിൽ പഞ്ഞി വെച്ച് ശവപ്പെട്ടിക്കകത്ത് കയറി 6 അടി മണ്ണിലേക്കോ ഒരു കല്ലറയിലേക്കോ പോകുന്ന മരണം മാത്രമല്ല ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ. എഫേസ്യ ലേഖനത്തിനകത്തൊക്കെ വായിക്കുന്നു, അകൃത്യത്തിൽ പാപത്തിൽ മരിച്ചവരായിരുന്ന നമ്മെ. അപ്പം ഇങ്ങനെയൊക്കെ കുറേ മരണങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ചുരുക്കി പറയാം, വിശദീകരിക്കുന്നില്ല. ആത്മീകമായി മരിച്ച് ദൈവിക ബന്ധം വിച്ഛേദിച്ച്, കാര്യം പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ ആത്മമരണം എന്ന് പറയുന്ന ഒന്നുണ്ട്. ഞാൻ ഈ വാക്യത്തെ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുക. അപ്പം മരിച്ചവർക്ക് ദൈവം അത്ഭുതങ്ങളെ കാണിച്ചു കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, തിരിച്ച് ജീവിക്കുന്നവർക്ക് അത്ഭുതങ്ങളെ കാണാം എന്നൊരർത്ഥം അതിനകത്തില്ലേ? ദൈവത്തിന് വേണ്ടി ജീവിക്കുക. നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പ്രാർത്ഥിക്കുന്നവരോ നിൻ്റെ കഥ കേൾക്കുന്നവരൊന്നും അല്ല, ദൈവം തന്നെയാണ്. ആരെങ്കിലുമൊക്കെ യേശുവിൻ്റെ അടുക്ക് വന്ന് റെക്കമെൻഡ് ചെയ്താലും കർത്താവ് അത് കണ്ണടച്ചെടുക്കണമെന്നില്ല കേട്ടോ. ദൈവം നിശ്ചയിക്കണം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യണം. അതിൻ്റെ ബേസിക് സ്റ്റാൻഡേർഡ് അഥവാ അതിൻ്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത്, നീ പാപസംബന്ധമായി മരിച്ച ഒരാളായിരിക്കരുത്, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ഒരാളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത്ഭുതങ്ങൾക്ക് സാധ്യതയുണ്ട്. അന്ധകാരത്തിൽ നിൻ്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുമോ? അതും ഗംഭീര ചോദ്യമാണ്. അന്ധകാരം എന്ന് പറഞ്ഞാൽ രാത്രി ദൈവം പ്രവർത്തിക്കത്തില്ല എന്നതല്ല, കരണ്ട് പോയാൽ പിന്നെ ദൈവത്തെ ഒന്നിനും കൊള്ളത്തില്ല എന്നല്ല ഈ പറയുന്നത്. പിന്നെയോ അന്ധകാരം എന്ന് പറയുന്നൊരവസ്ഥ ആത്മീകത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് കൊലോസ്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 12-13 എഴുതിയിരിക്കുന്നത്, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം. അപ്പം ദൈവം വെളിച്ചം, ആ വെളിച്ചത്തിലേക്ക് നമ്മളെ ദൈവം നയിക്കുക. വെളിച്ചത്തിലേക്ക്, ഇരുട്ടിൽ, അന്ധകാരത്തിൽ, അന്ധതയിൽ, അന്ധവിശ്വാസത്തിൽ എല്ലാം ദൈവമാണെന്നുള്ള ചിന്തയിൽ സത്യത്തിന് മറഞ്ഞു നിന്ന് കാര്യങ്ങൾ മനസ്സിലാകാതെ ഒക്കെ നടക്കുന്നൊരു കാലം. ഈ വേദപുസ്തകമൊക്കെ വായിച്ചു വരുമ്പോൾ നമുക്ക് വെളിച്ചം കിട്ടുക, പ്രകാശത്തിലേക്ക് വരിക. അപ്പോൾ ആത്മീകമായി നീ ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക് എത്തിച്ചേർന്നാൽ, ആ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ അടുക്കലേക്ക്, ആത്മപ്രകാശത്തിലേക്ക്, ആ തേജോരൂപിയുടെ പ്രകാശമണ്ഡലത്തിലേക്ക് വന്നാൽ എന്തിന് സാധ്യതയുണ്ട്? നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. കർത്താവ് ഒരിക്കൽ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ ജന്മദേശത്ത്, സ്വന്തം ദേശത്ത് ചെന്നിട്ട് ഒരു വീര്യപ്രവൃത്തിയോ അത്ഭുതമോ ചെയ്യാൻ പറ്റിയില്ല. കർത്താവിന് ശക്തി കുറഞ്ഞതുകൊണ്ടാണോ? ജനങ്ങൾ കൈയടിക്കാത്തത് കൊണ്ടാണോ? അല്ല, അവിശ്വാസം കൊണ്ടാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്.
അപ്പം ദൈവം ഒരു അത്ഭുതം ചെയ്യണമെങ്കിൽ അതിനൊരു അന്തരീക്ഷമുണ്ട്, അതിനൊരു പശ്ചാത്തലമുണ്ട്, അതിന് ആത്മീകമായ ചില അടിസ്ഥാനങ്ങളുണ്ട്. പ്രിയരെ, ഇത് ഒരു ചിന്തയ്ക്കുള്ള തീപ്പൊരി മാത്രമേ ഉള്ളൂ. നിങ്ങളിതിനെ ആത്മീകമായിട്ട് ചിന്തിക്കണം. കർത്തൃദാസന്മാർ ആളുകൾക്കിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്ത്? ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കാനുള്ള ഒരന്തരീക്ഷം നമ്മളിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കൂട്ടായ്മയ്ക്കകത്ത് നമ്മളായിട്ടുണ്ടാക്കണം. അതല്ലെങ്കിൽ ഈ വീരപ്രവൃത്തി ഒന്നും നടക്കുകയില്ല. ശവക്കുഴി പോലത്തെ മൃതന്മാർ മാത്രം വന്നു പോകുന്ന ഒരു സ്ഥലമാണെങ്കിൽ അവിടെ എങ്ങനെ ദൈവം പ്രവർത്തിക്കും? ജീവിക്കട്ടെ. ശവക്കുഴിയുടെയും ശവക്കോട്ടയുടെയും അന്തരീക്ഷം നിങ്ങളുടെ കൂട്ടായ്മയെന്നും പ്രാർത്ഥനയെന്നും മാറട്ടെ. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന പോലും സജീവമാകട്ടെ. നിങ്ങളുടെ വീട് മൃതന്മാരുടെ കേന്ദ്രമാകാതെ, ഒരു ശവപ്പറമ്പ് പോലെ ആകാതെ, ഒരു മൂകത വരാതെ, അപ്പനും അമ്മയും ഒന്നും മിണ്ടത്തില്ല, എല്ലാവരും തമ്മിൽ ഒരു അകൽച്ച, ഒരു സ്നേഹമില്ല, ഒരു ജീവിക്കുന്നവൻ്റെ യാതൊരു ലക്ഷണമില്ലാത്തൊരു സ്ഥിതിയാണെങ്കിൽ ആ വീട്ടിലെങ്ങനെ അത്ഭുതം നടക്കും? പ്രാർത്ഥനകളും കൂട്ടായ്മകളൊക്കെ നടക്കട്ടെ. ദൈവഭൃത്യന്മാരും അഭിഷേകമുള്ളവരൊക്കെ വരട്ടെ. നിങ്ങളുടെ വീട് മടങ്ങി വന്ന മകൻ്റെ വീട് പോലെ ആകട്ടെ. അവിടെ അത്ഭുതങ്ങൾ നടക്കുമെന്ന് നമുക്കങ്ങനെ ചിന്തിക്കാം. അതിനായിട്ടൊരുങ്ങാം. ഈ കർത്തൃദിനം അങ്ങനെ ആകട്ടെ. ഇവിടം മുതൽ അങ്ങോട്ട് അത്ഭുതങ്ങളുടെ കളമൊരുങ്ങട്ടെ. പ്രാർത്ഥിക്കാം നമുക്ക്. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വേദപുസ്തകത്തിൽ കണ്ട സത്യം ഞങ്ങൾ ഗ്രഹിക്കുന്നപ്പ. എൻ്റെ ദൈവം ശക്തനാണ്, പാതാളത്തിൽ പോലും അങ്ങ് പ്രവർത്തിക്കുന്നവനാണ്. പക്ഷേ ഈ വാക്കുകളുടെ അർത്ഥം ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവമേ, മരിച്ചവർക്ക് വേണ്ടിയും അതുപോലെ കർത്താവേ അന്ധകാരത്തിലും ശവക്കുഴിയിലും ദൈവമേ അവിടെയൊന്നും ദൈവത്തിൻ്റെ പ്രവർത്തികൾ നടക്കുകയില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് പിടികിട്ടി. ഇപ്പം ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വൻകൃപയ്ക്ക് നന്ദിയും പറയുന്നു. മഹത്വം അങ്ങേക്ക്. കൃപ കൊണ്ട് നിറയ്ക്കണം, മാനിക്കണം, എല്ലാ വിധത്തിലും അനുഗ്രഹിക്കണം. ഈ വചനം കേട്ട എല്ലാവർക്കും അത്ഭുതങ്ങളുടെ വേദി ഒരുക്കാൻ അവരെ കൊണ്ട് കഴിയണം. ജീവിക്കട്ടെ, വെളിച്ചം വരട്ടെ, ദൈവപ്രവൃത്തി നടക്കട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.